ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തിയായും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ യൂണിവേഴ്സ് എന്താണ് അടുത്തതായി തീരുമാനിക്കുന്നത് എന്നാണ് നോക്കുന്നത്. യൂണിവേഴ്സിൻ്റെ നിങ്ങളും അവരും തമ്മിലുള്ള യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണ് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഓവറോൾ എനർജി വന്നത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ചുറ്റിലും ശത്രുക്കളാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എങ്ങനെ മുന്നോട്ട് പോകും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ പ്രലോഭിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും, നിങ്ങളെ കുറ്റം പറയാനൊക്കെ ഒരുപാട് പേരുണ്ടായി. അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായതാണെന്നാണ് കാണുന്നത്. കാർഡിൽ കുറച്ച് നമ്പറുകളുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യവും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണെന്ന് നോക്കണം. 2, 9, 11, 12, 10. ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പം ഇവിടെ അതിൻ്റെ 2 ഓഫ് വാണ്ട് എന്താണ് നോക്കാം, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുക്കാം. 2 ഓഫ് വാണ്ടും 5 ഓഫ് വാണ്ട് തന്നെയാണ്, പ്രശ്നങ്ങൾ തന്നെയാണല്ലോ കാണുന്നത്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയും ഒരു 2 ഓഫ് വാണ്ടുമാണ്. ഇപ്പോൾ 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് അവർ ചുറ്റിലും ഒരുപാട് ശത്രുക്കളാണ്. അവരെ പ്രലോഭിപ്പിക്കാനും അവരെ മനസ്സ് മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് പേര് അവരുടെ ചുറ്റിലും, ചിലപ്പോൾ ഫാമിലിയിലായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. എല്ലാ രീതിയിലും ഒരുപാട് ശത്രുക്കളാണ് അവർക്കുള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാകാത്ത ഒരു ആയതാണ് നിൽക്കുന്നത്. കുറേ അധികം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ഒരു കാർമിക്കായ റിലേഷൻഷിപ്പ് ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ 2 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ എല്ലാം മാറിപ്പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കുറേ നിങ്ങളുടെ മുമ്പിൽ 2 കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ് വേണ്ടത്, എന്താ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയുള്ള തീരുമാനം ചിന്തിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സാധ്യത, അതിനുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഹെയറോഫൻ്റ് ആണ്. നൈറ്റ് ഓഫ് സോഡും ഒരു ഹെയറോഫൻ്റും ആണ്. ഇപ്പം നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് ഇവർ ചെയ്ത തെറ്റ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവർ ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ച് തരാൻ തയ്യാറല്ലെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ വിഷമങ്ങൾ അറിയുന്നില്ല, ഞാൻ ഓരോ മാനസിക അവസ്ഥ അങ്ങനത്തെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാവും. അപ്പോൾ അവർ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതല്ല, അപ്പോൾ ഇവരുടെ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കും, അവർക്ക് ഒരുപാട് വേദനയാണുള്ളത്. അപ്പോൾ അവർ അത്രയൊരു ഒരു എല്ലാവരുടെയും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ ഈ വിഷമങ്ങളൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അവർ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നതോ നിങ്ങളുടെ താഴ്ന്നു പോകുന്നുള്ളൊരു പേടി, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് അവരിപ്പോൾ ഉള്ളത്. എന്തു തന്നെയായാലും ഇതൊക്കെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ നെഗറ്റീവ്സിനെയും വെട്ടിമാറ്റി മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ്. ഹൈറഫൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസർ ആകാം. അപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ആളുകളോ നിങ്ങൾ എവിടെയും കാണുന്ന വ്യക്തികളോ
നിങ്ങൾ കൂടെ ഉള്ള ആളുകൾ ആരെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് പലതരത്തിലുള്ള നോളജ് തരുന്ന വ്യക്തികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അഡ്വൈസൊക്കെ തരുന്നുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും നിങ്ങളിലേക്ക് ഇങ്ങനത്തെ ഈ അഡ്വൈസൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാം മാരേജൊക്കെ കഴിയാത്തവർക്ക് ഒരു ട്രഡീഷണൽ മാരേജ് കുറേ കാലമായിട്ട് സ്നേഹിച്ചിരുന്ന ആളുകൾ ഇപ്പം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു ഹെർമിറ്റാണ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരു ഹെർമിറ്റിൻ്റെ എനർജി, ഒരു കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ ഹെർമിറ്റിൻ്റെ എനർജി പറയുന്നത് നിങ്ങളായാലും പേഴ്സണൽ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒറ്റപ്പെടുന്ന അവസ്ഥ പറയുമ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ തേർഡ് പാർട്ടി വരെ വിട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ. അപ്പോൾ ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ, മാനസികമായ അകൽച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ആ രീതിയിലും അവരൊറ്റപ്പെട്ടു. രണ്ട് സ്ഥലത്തും അവർക്കൊരു നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പം ഒരു എത്ര തേർഡ് പാർട്ടീനെ അട്രാക്റ്റായിട്ട് അവരുടെ കൂടെ പോയതായിരിക്കും. പക്ഷെ തേർഡ് പാർട്ടി അവർക്ക് പറ്റാത്ത ആളാണെന്ന് അവർക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് അവർക്ക് പറ്റിയ കൂട്ട്. ഈ ഒറ്റപ്പെടലിലൊക്കെ അവർ അത് തിരിച്ചറിയുന്നത്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സിൻസിയറായ സ്നേഹം അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇത്രയും വേദനയും വിഷമവും സഹിച്ച് അവിടെ ഇങ്ങനെ ഈ സെപ്പറേഷനും ഈ വിഷമാവസ്ഥയൊക്കെ ആലോചിച്ച് ഇങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ അതൊക്കെ മറന്ന് സെൽഫ് ലവ് ചെയ്ത് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ഇത്രയും നാൾ ഒരു കാര്യമൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം മാറ്റി കോൺഫിഡൻസോട് കൂടിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പോൾ അടുത്ത് വന്നത് ഒരു ജസ്റ്റിസാണ്, ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് കാർഡ് ജഡ്ജ്മെൻ്റ് ആവുന്നത്. ജസ്റ്റിസിന് ജഡ്ജ്മെൻറ്റ്, നീതി കിട്ടണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ജസ്റ്റിസ് കാർഡും ഒരു ജഡ്ജ്മെൻറ്റ് കാർഡും ആണത്. അപ്പോൾ ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് നിങ്ങൾ ന്യായം ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ന്യായപ്രവൃത്തി എന്താണോ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണോ യൂണിവേഴ്സ് തീരുമാനിക്കുന്നത്, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, കളങ്കമില്ലാത്ത എന്താണോ അത് ചെയ്താൽ ജീവിതത്തിൽ ഒരു ഉയർന്ന നിലയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആരെയും ചതിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. യൂണിവേഴ്സ് തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തും. യൂണിവേഴ്സ് തീരുമാനിക്കും കളങ്കമില്ലാതെയാണല്ലോ പ്രവർത്തിക്കുന്നത്, അതിനുള്ള ഒരു ന്യായം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വരും. അതിനുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തീർച്ചയായും ആ ജഡ്ജ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഹാങ്ഡ് മാൻ ഇതാ 3 ഓഫ് പെൻറ്റിക്കിളാണ് വീണ കാർഡാണ്. ഒരു ഹാങ്ഡ് മാൻ്റെ എനർജി ഒരു 3 ഓഫ് പെൻറ്റിക്കിളുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റക്കായിപ്പോയ അവസ്ഥ, ഒരു ട്രാപ്പിൽപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ഞാനൊരു പരാജയമായിപ്പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ഉണ്ടാകാൻ പോണില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ കണ്ട് ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ മാറി എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട് എന്നൊക്കെ ചിന്തിക്കണം. മറ്റുള്ളവരെ പോലെ എനിക്കും ജീവിക്കണം, നല്ലൊരു ജീവിതം ഉണ്ടാകണം, അതിനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാകണം എന്നൊക്കെ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് കാണുക. നല്ലൊരു ഭാവിയിലേക്ക് കടക്കണം എന്നൊക്കെ ചിന്തിക്കുക. നല്ല കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ സ്റ്റക്കായ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതുവരെ ഒന്നിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ തുടങ്ങിയതായിട്ടാണ്, മനസ്സിലാക്കി തുടങ്ങിയല്ല മനസ്സിലാക്കി എന്ന് തന്നെ പറയാം. 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം,
എന്ത് തീരുമാനമെടുക്കണം, എന്ത് എന്നൊക്കെ ജീവിതാനുഭവം ഉള്ളവരോട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളിൽ കുടുങ്ങി ആരോട് ചോദിക്കാനോ ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആരോടും അവരുടെ വിഷമങ്ങൾ തുറന്ന് പറയാനോ അവരെ മനസ്സിലാക്കാനോ പറ്റിയ ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായാലും ഒന്ന് ചോദിക്കാനോ പറയാനോ ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പിരിച്വലായിട്ടുള്ള ആളുകളോട് ചോദിക്കുക, അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ തീരുമാനം എടുക്കാൻ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇരിക്കുന്ന നേരം കൊണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കുക. ഞാൻ എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായി, മറ്റുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് എന്താ തെറ്റുണ്ടായി, എവിടെയാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാതെ നോക്കുക. അപ്പോൾ സ്വയം തീരുമാനമെടുക്കുക. അപ്പോൾ സ്വയം തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളുമായിട്ട് കൂടി ആലോചിച്ച് സംസാരിക്കുക. ലാസ്റ്റ് വന്നത് ഒരു വീൽ ഫോർ ഫോർച്യൂണാണ്. 2 ഓഫ് പെൻറ്റിക്കിൾ, ദി എംപ്രസ് കാർഡ്, ഒരു എംപ്രസ് എനർജി, ഒരു 2 ഓഫ് പെൻറ്റിക്കിൾ, ഒരു വീൽ ഫോർ ഫോർച്യൂൺ. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ മാത്രമല്ല ഫാമിലി ആവാൻ സാധ്യത, ഫാമിലി ആകും, എല്ലാ തരത്തിലും ആകും. അപ്പോൾ ഈ പേഴ്സണ് രണ്ട് സിറ്റുവേഷൻസും ബാലൻസ് ആക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നു. രണ്ട് പേരെ ഇപ്പോൾ രണ്ട് സ്ഥലത്തുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ തേർഡ് പാർട്ടിയുടെ അത്ര പോരാ, തേർഡ് പാർട്ടിയാണ് നല്ലത്, തേർഡ് പാർട്ടിക്ക് വരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഈ പേഴ്സൺ ആ തേർഡ് പാർട്ടിയിൽ വീണ് പോയതാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചിന്തിച്ചത്. ഇപ്പോൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട് മുമ്പ് വിചാരിച്ചു വന്നല്ല ശരി, നിങ്ങളാണ് ജെന്യൂൻ ആയിട്ടുള്ള ആളെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് അവരുടെ ജീവിതത്തിൽ കടന്നു പോയി. അപ്പോൾ ഇങ്ങനെ സ്ട്രഗിളിങ് വന്നത് മൂലം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ് നിങ്ങളെന്നാണ്. അപ്പോൾ ഒരു എംപ്രസ് എനർജിയിൽ ഉള്ള ആളാണ്, വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ, ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കുന്ന തരത്തിലുള്ള ആളാണ്. എന്ത് ചെയ്താലും അതിനുള്ള ഫലം നിങ്ങൾക്കൊക്കെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതൊക്കെയാണ്. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ബഹുമാനത്തോടെ നോക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജിയാണല്ലോ. ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതെല്ലാം തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. വീൽ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സമയം മാറിക്കൊണ്ടേയിരിക്കും. മുമ്പ് നിങ്ങൾ അവരെ കാത്തിരുന്ന് അവരെ അവരെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ അവർ നിങ്ങളെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന കർമ്മഫലമാണ് നമ്മൾ ഓരോ ജന്മത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ നല്ല ജന്മമായിരിക്കട്ടെ, നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് സമയം ആകുന്ന, എല്ലാത്തിനും ഒരു സമയമുണ്ട്. യൂണിവേഴ്സ് അതാ പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചവരാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള സമയം, നല്ല സമയം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നടക്കുമോ ഇല്ലയോ, അത് യെസ് ഓർ നോ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് 2-3 കാർഡ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് അത് നടക്കുമോ ഇല്ലയോ ഒന്ന് നോക്കാം. ഒരു 3 കാർഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഒരാളല്ലല്ലോ കാണുന്നത്, 2 എടുക്കാം. 2 എടുത്തിട്ട് ഒന്ന് യെസ്സും ഒന്ന് നോയാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് നടക്കുന്നു, കുറച്ചാൾക്ക് ഭൂരിപക്ഷം ഒന്നും കൂടെ നോക്കാം. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം, നടക്കുമോ ഇല്ലയോ.
അപ്പം 2 കാർഡ് യെസ് ആവുന്നത് 1 നോയാണ്. അപ്പോൾ ഭൂരിപക്ഷവും നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളെന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് 2 യെസ്സും 1 നോയാണ്. മോണോലോഗി കാർഡ് കൂടി എടുത്ത് നോക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഇപ്പം 3 കാർഡ് കൂടി എടുത്ത് നോക്കാം. യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് നിങ്ങൾ വളരെ അടുത്ത്. അപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിനോ വിഷമിക്കുന്നതിനൊക്കെ ഒരു സമയമുണ്ട്. എല്ലാം ഡിവൈനിൽ സമർപ്പിക്കുക, സറണ്ടർ ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം. നിങ്ങളിപ്പോൾ എത്ര വേദനിക്കുന്നു, എത്ര വിഷമിക്കുന്നു, എത്ര സങ്കടപ്പെടുന്നു, അപ്പോൾ അതിനൊക്കെ ദൈവം നല്ലൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്താണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.